Welcome to BSc Main Physics, Semester 6, Paper 3 Optics. Today's topic is single mode fiber and multi-mode fiber in fiber optics. We are saying the chapter fiber optics, optical fiber. And today's topic is single mode fiber and multi-mode fiber. Single and multi-mode fibers, Semester 6, Paper 3 of BSc Main Physics, 51th lecture. So this is the constructional feature of single mode fiber. Constructional feature. The diagram you can draw. There are various parts. The core is very thin. The first one is core. First one is a core which has a diameter of 8 to 9 micrometer. 8 to 9 micrometer is the core diameter. Cladding diameter is 125 micrometer diameter, and before a covering is 250 micrometer diameter, and jacket is 900 micrometer diameter. These are the essential parts. The core is very thin. In ordinary fiber, the core is about 100 micrometer. In multi-mode fiber, in a single mode fiber, the core is very thin. It is 8 to 9 micrometer diameter. Only single mode is admitted, and this is the constructional feature of a single mode fiber. A very thin core, a very core with a very small diameter. Only single mode of light wave is transmitted, and in this pulse dispersion or nodal dispersion is eliminated. ഈ ഫൈബറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കുഴപ്പമാണ് പൾസ് ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ നോഡൽ ഡിസ്പേഴ്സൺ. അതായത് ഈ ഫൈബറിനകത്തുകൂടി ലൈറ്റ് കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇമേജ് നമുക്ക് പഴയതുപോലെ കിട്ടത്തില്ല. ഇമേജ് മങ്ങിപ്പോവും. അങ്ങനെ ഇമേജ് മങ്ങിപ്പോകുന്നതിന് വിളിക്കുന്ന പേര് പൾസ് ഡിസ്പേഴ്സൺ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് സിംഗിൾ മോഡ് ഫൈബർ ഉപയോഗിക്കുന്നത്. സിംഗിൾ മോഡ് ഫൈബർ ആണെങ്കിൽ എത്ര ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നടത്തിയാലും ആ ഇമേജിന് ഡിസ്പേഴ്സൺ ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതാണ് കൺസ്ട്രക്ഷൻ. എന്താണെന്ന് നോക്കാം. ഇൻ ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ എ സിംഗിൾ മോഡ് ഫൈബർ in short we call as SMF is designed to carry only a single mode of light. ഒറ്റ മോഡ് ലൈറ്റ് മാത്രം കടത്തി വിടുന്ന ഒരു ഫൈബറിനെ വിളിക്കുന്ന പേര് സിംഗിൾ മോഡ് ഫൈബർ. മോഡ് അറിയാലോ, മോഡ് വൈബ്രേഷൻ. നമ്മൾ പ്ലസ് 2 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോളോമീറ്റർ കഴിഞ്ഞിട്ട് എയർ കോളം പഠിക്കുമ്പോൾ അവിടെ മോഡ് വൈബ്രേഷൻ ഉണ്ട്. ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ സിംഗിൾ മോഡ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ട്യൂബാണിത്. ലൈറ്റിൻ്റെ വേവിൻ്റെ സിംഗിൾ മോഡ് മാത്രം. ദ മോഡ്സ് ഡിഫൈൻ ദ വേ ദ വേവ് ട്രാവൽസ് ത്രൂ സ്പേസ്. The modes define the way the wave travels through space. Waves can have the same mode but different frequencies. This is the case of single mode fibers where we can have waves with the different frequencies but of സെയിം മോഡ്. ഒറ്റ മോഡിൽ വ്യത്യസ്തമായ ഫ്രീക്വൻസിയിലെ ലൈറ്റ് വേവ്സിനെ സിംഗിൾ മോഡ് ഫൈബറിലൂടെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാം. ദ മോഡ്സ് ഡിഫൈൻ ദ വേ ദ വേവ് ട്രാവൽസ് ത്രൂ സ്പേസ്. Waves can have the same mode but different frequencies. This is the case of single mode fibers where we can have waves with the different frequencies but of the same mode. ഇതിനൊരു നോബൽ സമ്മാനമൊക്കെ ഒരു ശാസ്ത്രജ്ഞന്, ഒരു സയൻറ്റിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. In 2019 Nobel Prize in Physics was awarded to Charles Kavu for his work on the single mode optical fiber. ഒപ്റ്റിക്കൽ ഫൈബറിന്, ഈ സിംഗിൾ മോഡ് ഫൈബറിന് ഒരു നൊബൽ പ്രൈസ് 2019 കിട്ടിയിട്ടുണ്ട്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ മോഡ് ഫൈബർ. അഡ്വാൻറ്റേജസ്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഓഫ് ഫൈബർ ചോദിച്ചാൽ ഇത് തന്നെ പറയാൻ കിട്ടും. അഡ്വാൻറ്റേജസ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് ചോദിച്ചാൽ ഇത് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ സിംഗിൾ മോഡിൻ്റെ അഡ്വാൻറ്റേജാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് യു ഗീവ് സം അഡ്വാൻറ്റേജസ് ഓഫ് ഫൈബേഴ്സ്. അതിന് യൂസ് തന്നെയാണ് അഡ്വാൻറ്റേജ്. അതായത് ഫൈബറിനെ നമുക്ക് ഈ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ്റെ ഭാഗത്തൊക്കെ അയക്കാം. ഇലക്ട്രിക് സ്പാർക്ക് അതിനകത്തൂടെ പാസ് ചെയ്യത്തിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ ഒരു 3 അഡ്വാൻറ്റേജ് സിംഗിൾ മോഡ് ഫൈബറിന് പറയുകയാണ്. അത് പൊതുവെ അഡ്വാൻറ്റേജ് ആയിട്ട്
ഒപ്റ്റിക്കൽ ഫൈബേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നതാണ്. നോ ഡീഗ്രഡേഷൻ ഓഫ് സിഗ്നൽ കടന്നു പോയി കഴിഞ്ഞാൽ അതിന് യാതൊരു കുറവും ഉണ്ടാകത്തില്ല. ലോ ഡിസ്പേഴ്സൺ കുറവാണ്, പൾസ് ഡിസ്പേഴ്സൺ ഇല്ലാന്ന് തന്നെ പറയാം. വെൽ സൂട്ടഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ സിംഗിൾ മോഡ് ഫൈബർ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ, മൾട്ടി മോഡ് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഫൈബേഴ്സ് പൊതുവേ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് പൊതുവെ ഫൈബേഴ്സ്. ഡിസഡ്വാൻറ്റേജസ്: മാനുഫാക്ചറിങ് ആൻഡ് ഹാൻഡ്ലിംഗ് ഈസ് മോർ ഡിഫിക്കൽട്ട്. ഇപ്പോൾ സിംഗിൾ മോഡ് ഫൈബറിൻ്റെ മാത്രം പ്രത്യേകതയാണ് പറയുന്നത്. നിർമ്മാണവും അത് കൈകാര്യം ചെയ്യുന്ന രീതിയും അല്പം പ്രയാസമുള്ളതാണ്. ഹയർ പ്രൈസ്, വില കൂടുതലാണ് ഇതിന്. സിംഗിൾ മോഡ് ഫൈബറിന് മൾട്ടി മോഡ് ഫൈബറിനേക്കാൾ വില കൂടുതലാണ്. കപ്ലിംഗ് ലൈറ്റ് ഇൻ ടു ഫൈബർ ഈസ് ഡിഫിക്കൽട്ട്. ഈ ഫൈബറിലേക്ക് ലൈറ്റ് നമുക്ക് കടത്തി വിടാൻ കപ്പിൾ ചെയ്യാനായിട്ട് പ്രയാസമുണ്ട്. ഈ മൾട്ടി മോഡ് പോലെയല്ല. അപ്പോൾ ഫൈബറിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ FIBR ആണ്. അമേരിക്കൻ ഇംഗ്ലീഷ് അങ്ങനെ നമ്മൾ എഴുതുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്ന ശരിക്കുള്ള സ്പെല്ലിംഗ് FIBR ആണ്. രണ്ട് സ്പെല്ലിംഗ് മാറി മാറി ഉപയോഗിക്കാറുണ്ട്. എന്തെഴുതിയാലും തെറ്റ് പറയില്ല ആരും. ഇനി അടുത്ത് നമുക്ക് മൾട്ടി മോഡ് ഫൈബർ എന്താണെന്ന് നോക്കാം. മൾട്ടി മോഡ് ഒപ്റ്റിക്കൽ ഫൈബർ FIBR എഴുതുന്നുണ്ട്. അത് അമേരിക്കൻ ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. ആരെങ്കിലും FIBR എഴുതിയാൽ അതാണ് കറക്റ്റ്. നമ്മൾ ഇംഗ്ലീഷ് ഫോളോ ചെയ്യുമ്പോൾ FIBR എന്ന് പറയാം. ഈ മീറ്ററിൻ്റെ സ്പെല്ലിംഗ് പോലെയാണ്, METR എന്ന് പറയുന്ന രീതിയാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ മോസ്റ്റ്ലി യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ഓവർ ഷോർട്ട് ഡിസ്റ്റൻസസ്. മൾട്ടി മോഡ് ഫൈബർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സിംഗിൾ മോഡ് ലോങ് ഡിസ്റ്റൻസിന്, സച്ച് ആസ് വിത്തിൻ എ ബിൽഡിംഗ് ഓൺ എ ക്യാമ്പസ്. ഒരു ക്യാമ്പസിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിനുള്ളിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫൈബറാണ് മൾട്ടി മോഡ് ഫൈബർ. മൾട്ടി മോഡ് ലിങ്ക്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡേറ്റ റേറ്റ്സ് അപ് ടു 100 ഗിഗാബിറ്റ് പെർ സെക്കൻഡ്. 100 ഗിഗാബിറ്റ് പെർ സെക്കൻഡ് വരെ അയക്കാം നമുക്ക്. മൾട്ടി മോഡ് ഫൈബർ ഹാസ് എ ഫെയർലി ലാർജ് കോ ഡയമീറ്റർ that enables multiple light modes to be propagated and limits the maximum length of a communication link because of modal dispersion. ഇപ്പോൾ മൾട്ടി മോഡ് ഫൈബറിൻ്റെ ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽറ്റിയാണ് ഡിസ്പേഴ്സൺ. അതുകൊണ്ട് നമുക്ക് വളരെ ദൂരത്തേക്ക് ഇത് അയക്കുമ്പോൾ ഈ ഒരു പ്രശ്നം മൾട്ടി മോഡ് ഫൈബറിൽ നേരിടാറുണ്ട്. ഈ പൾസ് ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ ഡിസ്പേഴ്സൺ, ഈ മോഡ് എണ്ണം കൂടുമ്പോൾ ഡിസ്പേഴ്സിൻ്റെ എഫക്റ്റ് കൂടും. അതുമൂലം വളരെ നീളം കൂടിയ കമ്മ്യൂണിക്കേഷൻ പർപ്പസിൽ ഇത്തരം ഫൈബറിന് ചില ഡിഫിക്കൽറ്റി ഉണ്ട്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് സിംഗിൾ മോഡാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, മൾട്ടി മോഡല്ല. മൾട്ടി മോഡ് ഫൈബർ ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ലൈറ്റ് സിഗ്നൽസ് ഇനി ഫൈബർ ഒപ്റ്റിക് സ്പെക്ട്രോസ്കോപ്പി എക്യുപ്മെൻറ്റ്. ഇപ്പോൾ സ്പെക്ട്രോമീറ്റർ പോലെയുള്ള ഉപകരണങ്ങളുണ്ട്. എൻഡോസ്കോപ്പി ഒക്കെ ഉണ്ടല്ലോ. എൻഡോസ്കോപ്പി, ബ്രോങ്കോസ്കോപ്പി പോലെയൊക്കെയുള്ള ഉപകരണങ്ങൾ, ബ്രോങ്കോസ്കോപ്പ്, എൻഡോസ്കോപ്പ്, അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടി മോഡ് ഫൈബറാണ്. ഒപ്റ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ ബ്രോങ്കൈറ്റിസ് ഡിറ്റക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വയറിലെ ചെറുകുടലെ കുഴപ്പങ്ങൾ, എൻഡോസ്കോപ്പി, അതിനകത്തേക്ക് ഉപയോഗിക്കുന്ന ഫൈബർ മൾട്ടി മോഡ് ഫൈബറാണ്. Multi mode fiber is also used when high optical powers are to be carried through an optical fiber such as laser welding. ലേസർ വെൽഡിങ്ങിലൊക്കെ വളരെ കൂടിയ ലൈറ്റ് പൾസ്, ലൈറ്റ് ഇൻറ്റൻസിറ്റി കടത്തിവിടേണ്ടി വരും. ആ ലേസർ വെൽഡിങ്ങിലൊക്കെ ഇപ്പോൾ ഐയുടെ കണ്ണ് ഓപ്പറേഷനൊക്കെ നമ്മൾ ലേസർ വെൽഡിംഗ് ആണ് അല്ലെങ്കിൽ ലേസേഴ്സാണ് ഉപയോഗിക്കുന്നത്. അവിടെയെല്ലാം നല്ല ലൈറ്റ് സിഗ്നൽ വേണ്ടി വരും. അതിന് സൂട്ടബിൾ മൾട്ടി മോഡ് ഫൈബറാണ്. അപ്പോൾ അതിനൊരു 3-4 ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് സിംഗിൾ മോഡ് ഫൈബർ, കീ ഇറ്റ്സ് അഡ്വാൻറ്റേജസ്. നമ്മൾ ആദ്യ ഭാഗം വായിച്ചാൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 2, എക്സ്പ്ലെയിൻ മൾട്ടി മോഡ് ഫൈബർ. രണ്ടാമത്തെ പാർട്ട് വായിച്ചാൽ മതി. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സിംഗിൾ മോഡ് ഫൈബർ ആൻഡ് മൾട്ടി മോഡ് ഫൈബർ. അപ്പോൾ അത് രണ്ടും കൂടെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഞാനൊന്ന് ചുരുക്കുകയും താഴെ കൊടുത്തിരിക്കുന്ന രീതിയിൽ നമുക്ക് എഴുതാം. അപ്പോൾ മാർക്ക് നോക്കി പറയണം. മാർക്ക് 2 മാർക്കാണെങ്കിൽ മുകളിൽ കാണുന്ന 2 എഴുതണം. പിന്നെ 1 മാർക്കൊക്കെ ആണെങ്കിൽ താഴെ ഉള്ളതുപോലെ എഴുതിയാൽ മതി. ആൻസർ ബിലോ. ലുക്ക് ഹിയർ.
ഈ സിംഗിൾ മോഡ് മൾട്ടി മോഡും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം കൊടുത്തിരിക്കുകയാണ്. കമ്പാരിസൺ. സിംഗിൾ മോഡ് ഫൈബർ, എ ഫൈബർ ഫീച്ചറിങ് എ സ്മോൾ ലൈറ്റ് ക്യാരിങ് കോർ ഓഫ് അബൌട്ട് 9 മൈക്രോമീറ്റർ ഈ ഡയമീറ്റർ. അപ്പോൾ 9 മൈക്രോമീറ്റർ വരെ ഡയമീറ്റർ, 7 to 9 മൈക്രോമീറ്റർ ഡയമീറ്റർ ഉള്ള ഒരു ഫൈബറാണ് സിംഗിൾ മോഡ് ഫൈബർ, കോർ ഡയമീറ്റർ. ഫോർ റെഫറൻസ്, അപ്പോൾ ഈ 9 മൈക്രോമീറ്റർ എത്രമാത്രം ഉണ്ടെന്ന് അറിയാനായിട്ട് ഒരു കമ്പാരിസൺ ഉണ്ട് കേട്ടോ. ഈ 9 മൈക്രോമീറ്റർ, 1 സെൻറ്റിമീറ്റർ അറിയാമല്ലേ, 10 മില്ലിമീറ്റർ. മൈക്രോ എന്ന് പറഞ്ഞാൽ 10⁻⁻⁶ആണ്, -6 മീറ്ററാണ്. അപ്പോൾ 9 മൈക്രോമീറ്ററാണ് ഒരു സിംഗിൾ മോഡ് ഫൈബറിൻ്റെ കോർ ഡയമീറ്റർ. ഫോർ റെഫറൻസ്, എ ഹ്യൂമൻ ഹെയർ ഈസ് ക്ലോസർ ടു 100 മൈക്രോമീറ്റർ. നമ്മുടെ മുടി ഇഴ അത് ഡയമീറ്റർ 100 മൈക്രോമീറ്ററാണ്. അപ്പോൾ അതിൻ്റെ 10 ഉള്ളൂ, അതിൻ്റെ 10 വണ്ണേ ഉള്ളൂ ഈ സിംഗിൾ മോഡ് ഫൈബർ കോറിന്. The core is surrounded by a cladding that brings the overall diameter of the optical fiber to 125 micrometer. അപ്പോൾ കോറും ക്ലാഡിങ്ങും ഉൾപ്പെടെ ഒരു 125 മൈക്രോമീറ്റർ വരും എന്ന് പറഞ്ഞാൽ ഹെയർ തിൻ. ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കനം നമ്മുടെ മുടിയുടെ കനമാണ്, മുടിയുടെ കനമാണ് ഉള്ളത്, തിക്നെസ്, ഡയമീറ്റർ. ഇനി മൾട്ടിമോഡ് ഫൈബർ, എ ഫൈബർ വിത്ത് എ കോർ ഓഫ് 50 മൈക്രോമീറ്റർ. നോക്കിയാൽ 9 മാർ 50 ആകും, 50 മൈക്രോമീറ്റർ ഓർ എബവ്, അതാണ് മൾട്ടിമോഡ് ഫൈബർ. എ ലാർജർ കോർ മീൻസ് മൾട്ടിപ്പിൾ മോഡ്സ് ഓർ റേസ് ഓഫ് ലൈറ്റ് ക്യാൻ ട്രാവൽ ഡൗൺ ദ കോർ സൈമിൾട്ടേനിയസ്ലി. പല മോഡുകൾ സഞ്ചരിക്കും ലൈറ്റ്. ജസ്റ്റ് ലൈക്ക് സിംഗിൾ മോഡ്, ദ കോർ ഈസ് സറൗണ്ടഡ് ബൈ എ ക്ലാഡിംഗ് ദാറ്റ് ബ്രിങ്സ് ദി ഓവറാൾ ഡയമീറ്റർ ഓഫ് ദി ഒപ്റ്റിക്കൽ ഫൈബർ ടു 125 മൈക്രോമീറ്റർ. അതായത് ഈ ക്ലാഡിംഗ് ഉൾപ്പെടെയുള്ള ഡയമീറ്റർ, ഈ ഫൈബറിൻ്റെ മൾട്ടിമോഡ് ഫൈബറിൻ്റെ ഡയമീറ്റർ 125 മൈക്രോമീറ്ററാണ്. ഇനി നമ്മൾ ഇതിനകത്ത് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാല്യൂ ഉണ്ട്, വി നമ്പർ എന്ന് പറയും. വി നമ്പർ ഇവിടെ, വി നമ്പർ. ഇപ്പോൾ ഹെഡിങ് ഉൾപ്പെടെ എഴുതിയിരിക്കുകയാണ്. ദ വി നമ്പർ, വാട്ട് ഈസ് വി നമ്പർ, അതാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് വി നമ്പർ ഓഫ് ഫൈബർ? ഒപ്റ്റിക്കൽ ഫൈബറിന്, മൾട്ടിമോഡ് ഫൈബറിന് ഒരു നമ്പർ സാധാരണ പറയാറുണ്ട്, വി നമ്പർ. ആ നമ്പർ താഴെയാണ് സിംഗിൾ മോഡ് ഫൈബർ ഇരിക്കുന്നത്, അതിന് മുകളിലാണ് മൾട്ടി മോഡ് ഫൈബർ വരുന്നത്. The V number is a dimensionless parameter which is often used in the context of steppenless fibers. അപ്പോൾ സ്റ്റെപ്പിൻലെസ് ഫൈബർ വരുമ്പോൾ അവിടെ പറയുന്ന ഒരു നമ്പറാണ് വി നമ്പർ. അത് ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്ററാണ്, ഡയമെൻഷൻ ഇല്ലാത്ത ഒരു ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് വി ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു എ ഇൻറ്റു എൻ. എന്നെ അറിയാമല്ലോ, ന്യൂമറിക്കൽ അപ്പറേച്ചർ. 2π/λ ഇൻറ്റു എ ഇൻറ്റു എൻ. എന്നെ ഒരു ടേമാണ്, സിംഗിൾ ടേമാണ്, ഇൻറ്റു എ സ്മോൾ എ ഇൻറ്റു 2π/λ. 2π/λ വേവ് നമ്പർ, എ ഡയമീറ്ററാണ്, ഡയമീറ്റർ. എ റേഡിയസാണ് കേട്ടോ, എ റേഡിയസാണ്. പിന്നെ √(n1² - n2²) അതറിയാമല്ലോ. എൻ കോർ സ്ക്വയർ മൈനസ് എൻ ക്ലാഡിംഗ് സ്ക്വയർ. എൻ കോറിനെ നമ്മൾ n1 എന്ന് പറയാറുണ്ട്, എൻ ക്ലാഡിങ്ങിനെ n2 എന്ന് പറയാറുണ്ട്. അപ്പോൾ √(n1² - n2² എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഈ സംഖ്യ 2π/λ ഇൻറ്റു എ ഇൻറ്റു എൻ, അതിനെ വിളിക്കുന്നത് വി നമ്പർ. വേർ λ is the vacuum wavelength of light in vacuum. A is the radius of the fiber core and N is the numerical aperture. Numerical aperture we have studied. It is √(n1² - n2²) or √(n core square - n cladding square) ആണ്. ഇതാണ് വി നമ്പർ. അപ്പോൾ വി നമ്പർ നമ്മൾ കണക്കുകൂട്ടുകയാണെങ്കിൽ, ഇപ്പോൾ വാക്യൂത്തിൽ ലൈറ്റ് എടുത്തിട്ട് ഒരു പ്രത്യേക n1 n2 വാല്യൂവിന് കണക്കൂട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഖ്യ കണക്കൂട്ടി എടുക്കാം. ഒരു വി നമ്പർ 2.405 ആണ് അതിൻ്റെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ എടുക്കുന്നത്. ആ വി നമ്പറിൻ്റെ ഒരു ക്രിട്ടിക്കൽ വാല്യൂ ആയിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് 2.405 ആണ്. ഫോർ വി വാല്യൂസ് ബിലോ 2.405 ദ ഫൈബർ സപ്പോർട്ട്സ് ഓൺലി വൺ മോഡ് പെർ പോളറൈസേഷൻ ഡയറക്ഷൻ, സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറയും. അപ്പോൾ സിംഗിൾ മോഡ് ഫൈബറിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ വി നമ്പർ 2.405 അതിന് താഴെയാണ്.
അപ്പോൾ അങ്ങനെ ഒരു ഉത്തരം നമുക്ക് പറയാൻ കിട്ടും. വാട്ട് ഇസ് സിംഗിൾ മോഡ് ഫൈബർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ഫൈബർ ഹാവിങ് വി നമ്പർ ലെസ് ദാൻ 2.405. അങ്ങനെ പറഞ്ഞാൽ മാർക്ക് കിട്ടും. അപ്പോൾ സിംഗിൾ മോഡ് ഫൈബർ എന്ന് പറഞ്ഞാൽ 9 മൈക്രോമീറ്റർ ഡയമീറ്ററുള്ള 4 ഡയമീറ്ററുള്ള ഫൈബറാണ്. അതിനകത്ത് സിംഗിൾ മോഡിലായിട്ട് പോകുന്നത് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അത് പറയുന്ന മറ്റൊരു രീതിയാണ്. അതായത് വി നമ്പർ 2.405 അതിൽ കുറവ് വി നമ്പർ ഉള്ള ഫൈബറിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾ മോഡ് ഫൈബർ. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. For V values below 2.405, a fiber supports only one mode per polarization direction. That is called single mode fiber. The multi-mode fiber. Multi-mode fibers can have much higher V numbers. For large values, the number of supported modes of a step-index fiber, including polarization multiplicity, can be calculated approximately as m is b square by 2. അതായത് മോഡ് വൈബ്രേഷനും നമ്പർ ഓഫ് മോഡും വി നമ്പറും തമ്മിൽ, ഇപ്പോൾ വി നമ്പറും കൂടുതലുള്ള ഫൈബേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്പർ ഓഫ് മോഡ്സും വി നമ്പറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അത് എം ഈസ് ഈക്വൽ വി സ്ക്വയർ ബൈ 2 ആണ്. എം ആണ് മോഡ് നമ്പർ ഓഫ് മോഡ്സ്, വി ആണ് വി നമ്പർ. അത് ഓരോ ഫൈബറും അത് മാറിക്കൊണ്ടിരിക്കും. അതിലൊരു ക്രിട്ടിക്കൽ വാല്യൂ ആണ് 2.405. അതിൽ താഴെയാണെങ്കിൽ ഒരു ഫൈബറിന് 2.405 താഴെയാണെങ്കിൽ അത് സിംഗിൾ മോഡ് ഫൈബർ ആയിരിക്കും. അതിന് മുകളിലാണെങ്കിൽ അതിനെ നമ്മൾ മൾട്ടി മോഡ് ഫൈബർ എന്നും പറയും. അപ്പോൾ മോഡുകളും വി നമ്പരും തമ്മിലുള്ള റിലേഷനാണ് എം ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് വി നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിലൂടെ ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. വെരി സിമ്പിൾ പ്രോബ്ലം. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോഡ്സ് ഓഫ് ലൈറ്റ് വേവ് ദാറ്റ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ എ ഫൈബർ ഓഫ് വി നമ്പർ ഈക്വൽ ടു 2.4. ഒരു ഫൈബറിൻ്റെ വി നമ്പർ 2.4 ആണ്. അതിലൂടെ എത്ര മോഡുകൾ ലൈറ്റ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഫൈബറിൻ്റെ വി നമ്പർ 2.4 ആണ്. അതിലൂടെ എത്ര മോഡ് ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എം ഈസ് വി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു 2.4 ഇൻറ്റു 2.4 ബൈ 2, 2.4 സ്ക്വയർ ആകട്ടെ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2.88. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 3 മോഡ്. അപ്പോൾ 3 മോഡ് മാക്സിമം ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ സിംഗിൾ മോഡ് ഫൈബറിന് വി നമ്പർ എപ്പോഴും 2.405 കുറവായിരിക്കണമെന്ന് പറയാൻ കാരണം. And with this, your 51th lecture is over. In the next class, we take the remaining part of the optical fiber, such as optical fiber sensors, coherent bundle, pulse dispersion, etc. We study in the next class. With that class, the optical fiber chapter will be over. In the next class, we have to study the modal dispersion or the pulse dispersion, coherent bundle, optical sensors, etc. topics. Thank you very much.